ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നിപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാനായിട്ട് വിളിച്ചാണ്. പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ട കാര്യമൊന്നുമല്ല. ഇത് സാധാരണയൊക്കെ എല്ലായിടത്തും നടക്കുന്ന ബസ്സുകാർ തമ്മിലുള്ള അടി. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെ വാർത്ത കേട്ടാണ്. തിരുവനന്തപുരത്ത് രണ്ട് ബസ്സുകാർ തമ്മിൽ സംഘർഷം എന്ന് പറഞ്ഞാൽ ഒരു ബസ്സുകാരൻ കയറി കുത്തുവാണ്. ഇരിക്കുന്ന സമയത്ത് അയാൾ വണ്ടി നിർത്തിയിട്ട് ഇരിക്കുന്ന സമയത്ത് അയാൾ മറ്റേ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം അയാൾ വന്ന് കുത്തുകയാണ്. അപ്പം ഇയാൾ ബാക്ക് സീറ്റിൽ അവിടെ ഇരിക്കുന്നത്, ഇയാൾ ബാക്ക് ഡോറിൻ്റെ അതിൽ കൂടി കയറിയിട്ട് അങ്ങനെ അതിലെ കയറി വന്നിട്ട് ഇയാളെ കുത്തുക. അപ്പോൾ ഇയാളെ കുത്തുക എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് വ്യക്തിവൈരാഗ്യമാണ് കാരണം. വ്യക്തിവൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഈ കുത്തിയ ആളുടെ വണ്ടി, ആ ബസ് അതിൻ്റെ തലേദിവസം അതിൻ്റെ 2 ദിവസം മുന്നേ ഇയാളുടെ വണ്ടിയിലൊന്ന് തട്ടി, ഇയാളുടെ ബസ്സിൽ. അപ്പോൾ ഈ കണ്ടക്ടർ ഒന്ന് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അയാൾക്കൊരു ദേഷ്യമായി മാറി. ഇപ്പോൾ എവിടെ അങ്ങനെയാണല്ലോ, ആരോട് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒന്നും ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വെട്ടായി, കുത്തായി, മാന്തലായി, ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും പണി. പിന്നെ കൊലപാതകമായി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലായിടത്തും പണി. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഞാൻ ചോദിച്ചാൽ, നിങ്ങൾക്ക് തലയ്ക്ക് വല്ല സുഖമില്ലേ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടുക, വഴക്ക് കൂടുക, എന്നിട്ട് ആൾക്കാരുമായിട്ട് അവമര്യാദയായിട്ട് പെരുമാറുക, ആൾക്കാർ ഇറക്കുന്ന സ്റ്റോപ്പിൽ ഇറക്കാണ്ട് പോകും. ഇതൊക്കെയാണ് ചില സ്ഥലത്തൊക്കെ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വാഹന വകുപ്പ്, ഗതാഗത മന്ത്രിമാരെ ഇതൊക്കെ കാണേണ്ടതാണ്. മന്ത്രി ആരാണെന്ന് വെച്ചാൽ അയാളിത് കാണണം. ആരാണെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവർ തമ്മിൽ ഈ തർക്കം, എന്നിട്ട് അതിൻ്റെ ഇടയിൽ യാത്രക്കാരുമായിട്ട് പിന്നെ വഴക്ക് കൂടുക, അർജൻറ്റായിട്ട് ചത്ത് കെട്ട് വിടുകയാണ്, എവിടെയെങ്കിലും പോയി ആയിട്ട് ഇടിയുക, ആക്സിഡൻ്റ് ഉണ്ടായിട്ട് എവിടെയെങ്കിലും മറിയലും കുത്തലും ആട് മരിക്കലും, പിന്നെ സമയത്ത് ചൊല്ലി തർക്കം 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ വൈകിയാവും പോവുക. ചിലപ്പോൾ 2-3 മിനിറ്റ് മുന്നിലത്തെ വണ്ടിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ, ബാക്കിലത്തെ വണ്ടി മുന്നിലത്തെ വണ്ടിയും കൂടി. അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ തല്ല് കൂടുക. എന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ വന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബാക്കിലെ ഇടിച്ച വണ്ടിയിലെ ഡ്രൈവറോ ആരോ കണ്ടക്ടറോ ആരോ ആണ് ഇറങ്ങി വന്ന് കുത്തുന്നത്. എന്നിട്ട് ഈ മുന്നിലത്തെ വണ്ടിക്കാരൻ ചോദ്യം ചെയ്തു, അതിൻ്റെ ശേഷമാണ് അയാളെ കുത്താൻ കാരണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ബസ്സുകാർ തമ്മിൽ സോൾവ് ചെയ്തിട്ട്, അത് ബാക്കിലത്തെ വണ്ടി ഇടിച്ചിട്ടുണ്ട്, അവൻ്റെ ഭാഗത്താണ് തെറ്റ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് അവിടെ അത് സോൾവ് ചെയ്ത് കണ്ട്, അതല്ലെങ്കിൽ അത് വണ്ടി നേരാക്കാനുള്ള പരിപാടി പൈസ കൊടുത്ത്, അല്ലാതെ പോലീസ് സ്റ്റേഷന് കേസായി അവിടുന്ന് പിന്നെ അവിടെ പോലീസുകാർ ഇടപെട്ട് അത് തീരുമാനമാക്കിയിട്ട് അങ്ങനെ ചെയ്യണം. അതല്ലാതെ അവിടെ വന്നിട്ട് നേരെ വന്ന് കുത്തുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അതാണ് ഷോ ആണല്ലോ. ഇപ്പോൾ സിനിമാ മോഡലാണ് കാര്യങ്ങളൊക്കെ നടക്കുക. സ്റ്റണ്ട്, കുത്ത്, വെട്ട്. ഇപ്പോൾ മനുഷ്യനൊന്നും യാതൊരു വിലയില്ല. പട്ടിനെ തല്ലിക്കൊല്ലുന്ന പോലെ ഒക്കെയാണ് ഇപ്പോൾ ഈ മനുഷ്യന്മാരെ തല്ലിക്കൊല്ലുക, അടിച്ചു കൊല്ലുക, വെട്ടിക്കൊല്ലുക, കുത്തിക്കൊല്ലുക. ഇതെന്താണ് ഈ നാടിൻ്റെ അവസ്ഥ? എന്താ ഇവരൊക്കെ ഒന്നെങ്കിൽ ചിലപ്പോൾ കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവും, അല്ലെ വേറെ എന്തെങ്കിലും ഡ്രഗ്സൊക്കെ അടിച്ചിട്ടാവും ചിലപ്പോൾ നടക്കുന്നത്. പിന്നെ കണ്ണി കാണുന്നതൊക്കെ ഈ വന്യമൃഗങ്ങളുടെ സ്വഭാവമാണല്ലോ. പിന്നെ മനുഷ്യനാണോ, അല്ല അതിൽ യാത്രക്കാരുണ്ടോ, അല്ല അപ്പുറമൊക്കെ വണ്ടിക്കാർ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ, ഹോട്ടലാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിന് മുന്നിലാണോ, അതൊന്നും നോട്ടമില്ല. ഇത് പല പരിപാടി അങ്ങനെയാണല്ലോ. ഇതൊക്കെ എന്താ ഈ ലോകത്തിൻ്റെ പോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതൊക്കെ മെയിനായിട്ട് ഈ ഗതാഗത മന്ത്രി ഇത് കാണേണ്ടിയാണ്. അതിനെ പൂട്ടിടണം. കാരണം ഇവൻ്റെ ഒന്നും ഈ ഗുണ്ടായിത്തൊന്നും നടക്കാൻ പറ്റില്ല. പ്രൈവറ്റ് ബസ്സുകാർ തമ്മിലാണ്. ഈ പ്രൈവറ്റ് ബസ്സുകാർ തമ്മിലെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട പറ്റില്ല. പക്ഷേ ഇങ്ങനത്തെ ന്യൂസ് കേൾക്കുമ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു പോകും സുഹൃത്തുക്കളെ. കാരണം അത് അപ്പം ഇവർ ഇൻ്റർവെല്ലിൻ്റെ സമയം ഇവർക്ക് അപ്പം റെസ്റ്റ് ഉണ്ടാവും. കാരണം വെച്ചാൽ ഇവർ ചിലപ്പോൾ ഒരു ട്രിപ്പ് ഓടിച്ചൊക്കെ വന്നതാവും. ചിലപ്പോൾ 5 മിനിറ്റ്, 10 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ റെസ്റ്റുള്ള വണ്ടികളുണ്ട്. ഞാനും കുറേ ബസ്സിൽ പോയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അനുഭവമുണ്ട്. പിന്നെ ഇവരുടെ നയങ്ങളൊന്നും തീരെ ശരിയല്ല. ഇവർക്ക് ടൈം വൈകും. അതിനിടെ കുട്ടികളെ കയറ്റാതെ പോവുക, സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാണ്ട് പോയി, അത് പിന്നെ നാട്ടുകാർ തടുക്കലായി, അങ്ങനെ കുറേ സമയം പോകുന്നു. അപ്പോൾ ബാക്കിൽ വരുന്ന വണ്ടിക്കാരൻ പിന്നെ പാസ് ചെയ്തു പോകുന്നു. പിന്നെ അവനുമായിട്ടാണ് തർക്കം. നീ എന്തിനാണ് അവിടെ പാസ് ചെയ്തത്? ഞാൻ അവിടെ കുട്ടികളെ കയറ്റാൻ നിർത്തി, നീ അവിടെ പാസ് ചെയ്തു, എൻ്റെ സമയം അവിടെ പോയി. നാളെ മുതൽ നീയും അങ്ങനെ തന്നെ ചെയ്യണം, എൻ്റെ സമയം എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് അങ്ങോട്ടും പിന്നെ വർത്തമാനമായി. പിറ്റേ ദിവസവും ചിലപ്പോൾ ഇവൻ വന്നിട്ട് പിറ്റേ ദിവസം ഇവനെ ഈ പണി തന്നെയാവും ചെയ്യുന്നത്. ഇത് സ്ഥിരം ഇങ്ങനെ നടപ്പാകുന്ന ഒരു പരിപാടിയാണ്. ഇന്നലെ തുടങ്ങിയില്ലേ പ്രൈവറ്റ് ബസ് ഉണ്ടായ കാലം മുതൽ എന്ന് ഭൂമിയിൽ ഓടാൻ തുടങ്ങി അന്ന് മുതൽ ഭൂമിക്ക് ഭാരമായിട്ടാണ് ഇവർ നടക്കുന്നത്. അതുപോലെ തന്നെ മത്സരിച്ചുള്ള ഓട്ടം, അപകടങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ ഇന്നലെ മണ്ണാർക്കാട് ആ ഭാഗത്തോടെ വന്നു ഒരു KSRTC ബസ്സിനെ പാസ് ചെയ്തൊരു പ്രൈവറ്റ് ബസ് പാഞ്ഞങ്ങോട്ട് കയറുകയാണ്. വലിയ കുതിര ചാടുന്ന പോലെ അവൻ പാഞ്ഞ് കയറിയിട്ട്, അപ്പോൾ എതിരെ ഒരു KSRTC ബസ്സിലുണ്ട്. അതിനെ കട്ട് ചെയ്തിട്ട് ഇവൻ തന്നെ റോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് ആ വണ്ടിക്കാരൻ വേഗം ബ്രേക്ക് അവിടെ സ്വഭാവമാക്കി വണ്ടി ചവിട്ടി അയാൾ റോട്ടിൽ നിന്ന് എഡ്ജിറക്കി ആ KSRTC-കാരൻ. ഇന്നലെ CCTV ദൃശ്യങ്ങളൊക്കെ കാണാം. പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ
ഈ ഇവിടെ വീഡിയോ ചെയ്യുന്നത് നമുക്ക് കാണിക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഈ വീഡിയോ ചെയ്യണമെടുത്തില്ല. അപ്പോൾ ഞാനൊരു പുറത്തുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാകലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ് ഇപ്പോൾ പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. ഇവനൊക്കെ ആരെ നന്നാക്കാനാണ്? ഇങ്ങനെയാണ് നാട് നന്നാക്കാൻ പോകുന്നത്. ഇത് ഒരു വട്ടമല്ല, 2 വട്ടമല്ല, ഒരു പ്രാവശ്യമില്ല, പല പ്രാവശ്യവും ഇത് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാലും ഇവനൊക്കെ ഇത് തന്നെ ചെയ്യുള്ളൂ. ഇവനൊക്കെ ആരെ നന്നാക്കാനാണ്? എല്ലാ ഭാഗത്തുകൊണ്ട് ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു ശല്യം. ഇത് ഇന്നലെ തുടങ്ങിയില്ല, കാലം കുറേയായി. KSRTC ആണ് ഇപ്പോൾ യാത്ര ചെയ്യാൻ സുഖം. ആൾക്കാരിപ്പം KSRTCയിലും മത്സരമുണ്ട്, പക്ഷെ അതല്ല. എന്നാലും അവിടെ ഈ കുറേയൊക്കെ ഉദ്യോഗസ്ഥർ പിന്നെ അവർ നിയമപരമായിട്ട് എന്തെങ്കിലും നിയമത്തിന് ലംഘനമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അത് ജോലിനെ ബാധിക്കുന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പോഴും ആൾക്കാർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് KSRTC ആണ്. ട്രെയിന് പോലും ചിലപ്പോൾ ആൾക്കാർ പോകില്ല. ഇപ്പോൾ ഞാൻ പോലും ചിലപ്പോൾ ഇവിടുന്ന്, എൻ്റെ നാട് പെരിന്തൽമണ്ണയാണ്, മലപ്പുറം ജില്ലയാണ്. ഞാനിപ്പോൾ ഇവിടെ എറണാകുളത്ത് കുമ്പളത്ത് വർക്ക് ചെയ്യുകയാണ് ഒരു റിസോർട്ടിൽ. അപ്പോൾ ഇവിടെ എങ്ങനെ ചോദിച്ചാൽ ഇവിടെ നിന്നൊക്കെ ഞാൻ ചിലപ്പം എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ ട്രെയിന് കയറില്ല, ബസ്സിന് തന്നെ കയറും. അല്ലെ ഇവിടുന്ന് നേരിട്ട് ബസ് കിട്ടുവാന്ന് നോക്കും, നേരെ അങ്ങനെ കയറിപ്പോവും. പ്രൈവറ്റ് ബസ്സല്ല, KSRTC തന്നെ. അത് നമുക്ക് അവിടെ ലഗേജ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ സ്റ്റാൻഡിലൊക്കെ കയറി ചിലപ്പോൾ 4 മണിക്കൂറെങ്കിൽ 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ എത്തും, ചിലപ്പം വൈകും. അപ്പോൾ അങ്ങനെയൊക്കെ എത്തുള്ളൂ, കാരണം എല്ലാ സ്റ്റാൻഡിൽ കയറണ്ടേ. എന്നാലും ഈ പ്രൈവറ്റ് നല്ല ഫാസ്റ്റ് KSRTC ഫാസ്റ്റ് പാസഞ്ചറിൽ കയറാൻ യാത്ര ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഞാൻ അധികം ബസ്സിൽ തന്നെ പോകും. ഈ ട്രെയിനിലൊക്കെ കയറിക്കാൻ കാണിക്കേണ്ട ബംഗാളികൾ തൂറിയും വിരകിയും വൃത്തിയില്ലാതെ തുപ്പിയും തൂറിയൊക്കെ ഇടും. അത് ഈ മെയിൻ കമ്പാർട്ട്മെൻറ്റ്, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി കഴിഞ്ഞാൽ അത് ഏറ്റവും ഫ്രണ്ടിലൊക്കെ പോയി നോക്കണം. വേറും ബംഗാളികളും ഹിന്ദിക്കാരും തന്നെയാണ്. അതിൻ്റെ മലയാളീസിന് ഇരിക്കാൻ പോലും പറ്റില്ല. അവിടെ സീറ്റുമേ കുറേ പാൻപരാഗിൻ്റെ കവറ്, ഹാൻസിൻ്റെ കവറ്. അപ്പോൾ ഇങ്ങനെ പല ഇടങ്ങേറുകളുണ്ട്. അപ്പോൾ ഇതൊന്ന് ബോധ്യപ്പെടുത്താനായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഇത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെയും ഈ 12 കൊല്ലം നായിൻ്റെ വാല് കുഴലിട്ടിട്ട് അത് പുറത്തെടുത്ത് കഴിഞ്ഞാലും അത് ചുരണ്ടിട്ട് തന്നെ ഇരിക്കുള്ളൂ. പിന്നെയും ശങ്കരൻ തെങ്ങലെന്ന് പറഞ്ഞവരൊക്കെയാണ് ഇപ്പോഴും കാര്യങ്ങൾ. അപ്പോൾ ശരി, ഇത്രയും പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ.